ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 15 ഭ്രമയുഗം എന്ന മമ്മൂട്ടി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, സിദ്ധാർത്ഥ ഭരതൻ, അർജുൻ അശോകൻ തുടങ്ങിയവരൊക്കെ ഭാഗമായ സിനിമ കൂടിയായ ഭ്രമയുഗം എന്ന സിനിമ സമീപകാലത്തെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് കൊണ്ട് മികച്ച സിനിമ എന്നൊക്കെ നിസ്സംശയം പറയാവുന്ന സിനിമയാണല്ലോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ സിദ്ധാർത്ഥ ഭരതന്റെ പ്രകടനവും വളരെ മികച്ച അഭിപ്രായങ്ങളായിരുന്നു നേടിയെടുത്തത്. ക്ലാഷ് റിലീസുകൾ ിടയിലാണെങ്കിൽ പോലും ബോക്സ് ഓഫീസിലെ മോശമല്ലാത്ത പ്രകടനവും ഭ്രമയുഗം നടത്തുന്ന ഒരു കാഴ്ച അന്ന് കണ്ടു. അന്യഭാഷാ നിർമ്മാണ കമ്പനി കൂടെ വയനാട്ട് സ്റ്റുഡിയോസ് ആയിരുന്നു സിനിമ നിർമ്മിച്ചത്. ഇപ്പോഴത്തെ ഭ്രമയുഗത്തിന് ശേഷം വീണ്ടും ഒരു വില്ലൻ വേഷത്തെ അവതരിപ്പിക്കാനായിട്ടിറങ്ങുകയാണ് മെഗാസ്റ്റാർ എന്നാണ് ഇന്ന് വരാനിരിക്കുന്ന സിനിമയെക്കുറിച്ച് നേരത്തെ പുറത്തു വന്ന റൂമേഴ്സിൽ നിന്ന് വ്യക്തമാകുന്നത്. മമ്മൂട്ടി വില്ലൻ വേഷത്തിലും വിനായകൻ നായകൻ വേഷത്തിലും എത്തുന്നുവെന്ന് നിലവിൽ റിപ്പോർട്ടുകളുള്ള ജിതിൻ കെ ജോസഫ് സിനിമയുടെ അപ്ഡേറ്റുകൾ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ പുറത്തു വരികയാണ്. സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം, ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെയാണ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് പുറത്തു വരാനായിട്ടിരിക്കുന്നത്. ഭ്രമയുഗത്തിന്റെ 1ാം വാർഷിക വേളയിലാണ് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് വരുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇന്ന് ദിവസത്തിനുണ്ട്. നൻപകൽ നേരത്തെ മയക്കമെല്ലാം തന്നെ പോലെ ഒരു തമിഴ് ചൊവ്വയുള്ള ഒരു ടൈറ്റിലായിരിക്കും ഈ സിനിമയുടേതെന്നൊക്കെ നിലവിൽ അൺഒഫീഷ്യൽ റൂമേഴ്സ് ഉണ്ട്. എന്തായാലും വൈകിട്ട് 6 മണിക്ക് അറിയാം സിനിമയുടെ ടൈറ്റിൽ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ പ്രണവ് മോഹൻലാൽ നായകനെ എത്തുന്ന സിനിമ. വീണ്ടും ഒരു ഹൊറർ സിനിമ തന്നെയാണ് രാഹുൽ ഒരുക്കുന്നത് എന്ന് നേരത്തെ അഭിമുഖങ്ങളിൽ നിന്ന് അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞതാണ്. ഭ്രമയുഗം ഒരൊറ്റ ലൊക്കേഷനിൽ നടന്ന കഥയുമായിട്ടാണ് വന്നതെങ്കിൽ ഇത്തവണ ഒരുപാട് ലൊക്കേഷനുകളിലായിട്ടായിരിക്കും പ്രണവിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക. ഏറ്റവും അവസാനം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത മാസം മാർച്ച് മാസം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ പ്രഖ്യാപനം അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. അപ്പോൾ പ്രണവ് രാഹുൽ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.